പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി എവിടെയാണ്? അലറി വിളിച്ച് ഇറാനികൾ. ഖൊമേനിയെ ഒരു നോക്ക് കാണാൻ ഇറാന്റെ തെരുവുകളിൽ പതിനായിരങ്ങൾ തടിച്ചുകൂടുമ്പോൾ സ്വന്തം പിതാവിനെ കാണാൻ ആ പുത്രൻ എത്തില്ല. മരണപ്പെട്ടിട്ടുണ്ടോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഇവിടെ അത് ചോദ്യചിഹ്നമാവുകയാണ്. എന്നാൽ മുജ്തബയാകട്ടെ ഒളിച്ചുകൾ നടത്തുകയാണ്. പുറത്തു വന്നാൽ അദ്ദേഹം ഇനി ജീവനോടെ തന്നെ പുറത്തു വന്നാൽ ജൂതപ്പടയാകട്ടെ അച്ഛനെ പെട്ടിയിലാക്കിയതുപോലെ തന്നെ മകനെയും തീർക്കുമെന്ന വ്യക്തമായ ധാരണ ഇവിടെ മുജ്തബ ഖൊമേനിക്കുണ്ട്. അത് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളിൽ നിന്നും മുജ്തബ ആകട്ടെ രഹസ്യ ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് പോലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇനി ഒരിക്കൽ പോലും പുറത്തു വരാൻ കഴിയാത്ത നിലയിലേക്ക് ഒളിച്ചോടിയതായിരിക്കാമെന്നും ജൂതപ്പടയെ പേടിച്ചുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഇറാനികൾക്ക് മുന്നിൽ വരാത്തതെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇനി പരമോന്നത നേതാവ് ജീവനോടെ ഇല്ല എങ്കിൽ അച്ഛനെയും മകനെയും അച്ഛന്റെയും മകന്റെയും സംസ്കാര ചടങ്ങുകൾ ഒരേ ദിവസം തന്നെ നടത്താമെന്ന പരിഹാസം പോലും ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പോലും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം ഔദ്യോഗിക വിവരങ്ങളുടെ അഭാവം അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി അനുമാനങ്ങളും പരിഹാസങ്ങളും പ്രചരിക്കുന്നുണ്ടെങ്കിൽ പോലും അവയ്ക്ക് വിശ്വസനീയമായ തെളിവുകളോ ഔദ്യോഗിക സ്ഥിരീകരണമോ നിലവിൽ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. അതേസമയം ഇറാന്റെ മുൻ പരമോന്നത നേതാവും മുജ്തബയുടെ പിതാവുമായ ആയത്തുള്ള അലി ഖൊമേനിയുടെ വിലാപയാത്രാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ടെഹ്റാനിൽ ഇപ്പോൾ തന്നെ തടിച്ചുകൂടിയിരിക്കുന്നത്. ചടങ്ങുകൾക്ക് ഞായറാഴ്ച 2ാം ദിവസത്തിലേക്ക് കടന്നിട്ട് പോലും ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി പങ്കെടുക്കാത്തതിനെ കുറിച്ചായിരുന്നു അധികവും. അവിടുത്തെ ഇറാൻ അധികൃതരിൽ നിന്ന് ഒരു സൂചന പോലും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇറാനികളിൽ പലരിൽ തന്നെ ഒരു മുറുമുറുപ്പുണ്ടായത്. ഈ ശനിയാഴ്ച മുതൽ അലി ഖൊമേനിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഇമാം ഖൊമേനി ഗ്രാൻഡ് മൊസല്ലയ്ക്ക് പുറത്തു തന്നെ പുലർച്ചെ മുതൽ തന്നെ വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയതായി തന്നെ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടായതായി തന്നെ ഇവിടെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ശനിയാഴ്ചത്തേക്കാൾ ശാന്തമായ അന്തരീക്ഷത്തിലാണ് പ്രാർത്ഥനകൾ നടന്നത്. ഫെബ്രുവരിയിൽ മുൻ പരമോന്നത നേതാവിന്റെ ജീവനെടുത്ത ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖൊമേനി ആകട്ടെ കുടുംബത്തിലെ മറ്റ് 4 അംഗങ്ങളുടെയും സംസ്കാര ചടങ്ങുകൾ ഇതോടൊപ്പം തന്നെ നടത്തുന്നുണ്ട്. ഇത്രയും വലിയൊരു ദേശീയ ചടങ്ങ് നടക്കുമ്പോഴാണ് ഇപ്പോൾ മുജ്തബ ഖൊമേനി ആകട്ടെ അവിടേക്ക് എത്താത്തതും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വലിയ ശ്രദ്ധ നേടുന്നതും. മുജ്തബയാകട്ടെ ചടങ്ങിൽ എപ്പോഴെങ്കിലും പങ്കെടുക്കുമോ എന്നതിനെ കുറിച്ച് ഇതുവരെയും യാതൊരു വിധത്തിലുമുള്ള ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. സുരക്ഷാ കാരണങ്ങളാണ് അവസാന നിമിഷം വരെ ഇത്തരം വിവരങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കാറുണ്ടെങ്കിൽ പോലും അവിടുത്തെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ രഹസ്യ നീക്കമായി തന്നെ ഇത് സൂക്ഷിക്കാറുണ്ടെങ്കിൽ പോലും പുതിയ ഭരണാധികാരിയുടെ ഈ നീണ്ട അസാന്നിധ്യം പല ഊഹാഭോഗങ്ങൾക്കും വഴി തുറക്കുന്നുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാനിൽ ഇസ്രായേൽ സഖ്യം നടത്തിയ വ്യോമാക്രമണത്തിന്റെ ആദ്യ ദിനത്തിലാണ് 86-കാരനായ ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടത്. നീണ്ട 36 വർഷക്കാലം ഇറാന്റെ പരമോന്നത നേതാവായിരുന്നു അദ്ദേഹം. ജൂലൈ 9-ന് അദ്ദേഹത്തിന്റെ ജന്മനാടും വടക്ക് കിഴക്കൻ ഇറാനിലെ പുണ്യ നഗരവുമായ മഷാദിൽ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതോടുകൂടി തന്നെയാണ് ചടങ്ങുകൾ സമാപനം കൊള്ളുന്നത്. അതുപോലെ തന്നെ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ അയൽ രാജ്യമായ ഇറാഖ് ആകട്ടെ ഈ ഇറാഖ് ഉൾപ്പെടെ തന്നെ 5 നഗരങ്ങളിലായി തന്നെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ചടങ്ങുകൾക്കാണ് ഇപ്പോൾ ഇറാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ അലി ഖൊമേനിയുടെ മകൻ മുജ്തബ ഖൊമേനി എവിടെ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെയധികം ശക്തമായി തന്നെ ഇറാനിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.